നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മൾ സാധാരണഗതിയിൽ ഒരു കോൾ റെക്കോർഡ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ഇൻട്രോ ഒന്നും ഇടാറില്ല. പക്ഷേ ഈ കോളിൽ ഒരു ഇൻട്രോ ആവശ്യമുണ്ട് എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം. ഇന്നലെ രാത്രി ഷമീർ എനിക്കൊരു മെസ്സേജ് അയക്കുന്നു. അതായത് ഒരു പോസ്റ്റർ അയക്കുന്നു. ഓൺലൈൻ സംവാദം ഷമീറിൻ്റെ ചാനലിൽ, അതേപോലെ ഞാനും ഷമീറും തമ്മിൽ ഒരു ഓൺലൈൻ ഡിബേറ്റ് നടക്കുന്നു എന്നതായിരുന്നു. അത് ഷമീറിൻ്റെ ചാനലിലുണ്ടാവും എന്നാണ് അതിൻ്റെ ഒരു ഇതിവൃത്തം. അപ്പോൾ ഞാനത് കാണുന്നത് ഇന്ന് കണ്ടപാടെ ഞാൻ ഷമീറിനെ വിളിച്ച് സംസാരിച്ച ഒരു കോളാണ് ഇന്ന് നമ്മൾ പുറത്തു വിടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആ കോള് നിങ്ങൾ ഒറ്റയടിക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് ഒരു പക്ഷേ തോന്നിയേക്കാം. അതുകൊണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് പറയാം. കുറച്ച് ദിവസങ്ങളായിട്ട് ഷമീർ ചെയ്യുന്നത് സാധാരണഗതിയിൽ എൻ്റെ വീഡിയോ ഭാഗങ്ങൾ എടുക്കുക, അതിനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു കോമഡി പീസാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അങ്ങനെ കുറച്ച് എന്താ പറയുക, ഷമീറിൻ്റെ ഒരു നിലവാരത്തിൽ ഷമീറിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ഷമീർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് എടുക്കാറില്ല, അങ്ങനെ പോകുന്നു. അപ്പോൾ അതിനിടയിൽ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ഷമീർ കുറച്ചധികം വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ഓസ്ട്രേലിയയിലുള്ള ജുനൈദ് എന്ന് പറയുന്ന UAE ഒരു ഭടൻ, അയാളുടെ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തതിൽ നിന്നാണ് കുറച്ചധികം വീഡിയോകൾ അടർത്തിയെടുത്തിട്ട് ഭയങ്കര സംഭവമായിട്ട് ഞാൻ നുണ പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി ജെമിനിയുടെ വോയിസൊക്കെ ചെയ്തുകൊണ്ടൊരു കുറച്ചധികം വീഡിയോകൾ. ഷമീർ അതിനകത്തൊന്നും പ്രത്യേകിച്ച് പറയുന്നത് ഞാൻ കേട്ടില്ല. ജെമിനിയെ കൊണ്ട് എന്തൊക്കെ പറയിക്കുന്നു, പിന്നെ വേറെ എന്തൊക്കെയോ ഡയലോഗ് ഇവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ വിട്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിലൊരു രസകരമായിട്ട് എഡിറ്റ് ചെയ്തൊരു ഭാഗം കണ്ടപ്പോൾ, അതേപോലെ തന്നെ ഖുർആനിൻ്റെ സനദ് ഇല്ലായ്മ, ഞാൻ പറഞ്ഞതിനെ ഞാനെന്തോ കളവ് പറഞ്ഞതാണെന്നും ഞാൻ ഭയങ്കരമായൊരു വലിയ നുണ പറഞ്ഞു എന്നും പറയാൻ വേണ്ടി സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ഖുർആന് സനദൊക്കെ ഉണ്ട്, എനിക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് എന്ന് പറയാനാണ് ഷമീർ ശ്രമിക്കുന്നത് എനിക്ക് തോന്നി. അപ്പോൾ അത് എത്ര വലിയ അബദ്ധമാണ് ഷമീർ കാണിക്കുന്നതെന്ന് മനസ്സിലായ ഞാൻ പിന്നെ ആ എഡിറ്റിങ്ങിലുള്ള ചെറിയ കൗതുകങ്ങൾ, എൻ്റെ ശ്രദ്ധയിൽ അന്ന് പെട്ടിരുന്ന ചില കൗതുകങ്ങളോട് ചേർത്ത് ഷമീറിനോട് ആ കാര്യത്തിൽ ഒരു ഫോൺ കോളിൽ സംസാരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ വിളിക്കുന്നു. ഷമീർ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭാഷണങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് കാണൂ. അതായത് വാട്സപ്പ് ചാറ്റിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ഇവിടെ ഒന്ന് കേൾക്കും. നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞാൽ എങ്ങനെ, നിങ്ങൾ ഫോൺ എടുക്കണില്ലല്ലോ, എന്ത് പറ്റി, എന്താ ഫോൺ എടുക്കാത്ത? ഞാൻ നുണ പറഞ്ഞു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എത്ര നുണയാണ് പറയേണ്ടി വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഇങ്ങനെ നുണ പറയാൻ എങ്ങനെ പറ്റുന്ന സുഹൃത്തെ? പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു വീഡിയോ നിങ്ങൾ എനിക്ക് അയച്ചത്, നിങ്ങൾ അയച്ചത് വേറെ ആരും അയച്ചത്, അത് അതിൽ എഡിറ്റിംഗ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, കുറച്ച് രസമുണ്ട്, തമാശയാണ്, എനിക്കിഷ്ടമാണ് അങ്ങനെ തമാശ കേട്ടിരിക്കുന്നത്. സൗദിയില് വാട്സപ്പ് കോൾ വർക്ക് ചെയ്യൂല, ലിയാക്കത്തെ നമ്മളെ എടുക്കാൻ കഴിയില്ല. പിന്നെ VPN ഓൺ ആക്കണം. പിന്നെ ഞാനിപ്പം ജോലിയിലുമാണ്. ഞാൻ നിങ്ങളെ തിരിച്ച് അങ്ങോട്ട് വിളിച്ചോളാം, പേടിക്കണ്ട, ഫ്രീ ആവും. എന്നാ ഞാനിലേക്ക്. പിന്നെ ഈ ബോട്ടിപ്പിൽ വിളിച്ചാല് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയൂല, അതൊന്ന്. പിന്നെ എനിക്ക് എപ്പോഴാണ് വിളി വരാമെന്നൊന്നും അറിയാൻ പറ്റില്ല. എനിക്ക് ഷോപ്പില് ഈ മറ്റേ ഏതെങ്കിലും ഓർഡർ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കൊണ്ടുകൊടുക്കേണ്ടി വരും, അത് എപ്പോഴാണ് വരാമെന്ന് അറിയാം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളൊരു കാര്യം ചെയ്യും, അടുത്ത വെള്ളിയാഴ്ച ഒരു ലൈവായിട്ടൊരു ഷെഡ്യൂൾ ചെയ്യും. വെള്ളിയാഴ്ച ഒരു 9 മണിക്കോ 9:30 പറ്റും. ഞാൻ അപ്പോഴാകുമ്പോൾ എനിക്ക് ഫ്രീ ആണ്, ഞാൻ ലീവാണ്. അപ്പം നമുക്ക് ഇരുന്ന് അങ്ങനെ സംസാരിക്കാം. അപ്പോഴേക്ക് എനിക്ക് നിങ്ങളെ ബാക്കി വീഡിയോ കൂടി എടുക്കാനുണ്ട്. ഇപ്പം 36 മിനിറ്റ് തന്നെ ഇത്രയും കിട്ടി. അതിൽ തന്നെ ഞാൻ കുറേ ഒഴിവാക്കി വിട്ടതാണ്. ഇത്രയും തന്നെ കളവുണ്ടായിട്ട് ഇപ്പം മൂന്നാമത്തെ ഒരു കളവും കൂടി എടുത്തിട്ടുണ്ട്, അതിന് നാളെ റിലീസ് ചെയ്യും. അപ്പം നിങ്ങൾ ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കാൻ പോകും, നമുക്ക് ഒന്നായിട്ട് ഒറ്റയടിക്ക് ഇരിക്കാം, എല്ലാം നിങ്ങൾക്ക് തെളിയിക്കാലോ. അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് അറിയിക്കും. ലിങ്ക് എന്നാൽ ഞാൻ അതിലേക്ക് അങ്ങോട്ട് കയറാം. ആയിക്കോട്ടെ, മൊത്തം എണ്ണി കഴിഞ്ഞിട്ട് പറയട്ടോ, നമുക്ക് ഇരുന്ന് ചെയ്യാം. ഓരോന്നോരോന്ന്, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കേട്ടോ, എൻ്റെ വീഡിയോ ക്രമത്തിൽ തന്നെ പോകുള്ളൂ, ഒന്ന് കഴിഞ്ഞ് അടുത്തത്. ഓക്കെ. അപ്പോൾ അത് വെള്ളിയാഴ്ച 9 മണി പറഞ്ഞാൽ എന്താ രാവിലെയാണോ ഉദ്ദേശിച്ചത്, അതോ വെള്ളിയാഴ്ച രാത്രിയാണോ? വെള്ളിയാഴ്ച രാത്രിയാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ആക്കണം. എല്ലാവരും ഈ കളി പ്രാന്തന്മാരാണ്.
അപ്പോൾ എല്ലാവരും കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് ലൈവായിരുന്നാക്കാം, അതാ നല്ലത്. ഇപ്പം ഇജ്ജല്ലേ പറഞ്ഞ ലൈവാക്കാന്ന്? ഈ എന്തൊക്കെ തരികടയാണ് കാണിക്കുന്നത്? ഈ അല്ലേ പറഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് സമയമില്ല, എനിക്ക് പകൽ സമയമില്ല, എപ്പോഴാ ഓട്ടം വരാമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എന്നെ അങ്ങോട്ടല്ലേ വിളിച്ചോണ്ടിരുന്നത്. അല്ല ഈ ഇപ്പോൾ ഫ്രീ ആണോ? ഒപ്പം ഇരിക്കാം, ഓരോന്നോരോന്ന് തീർക്കാം. മനസ്സിലായോ? എൻ്റെ നമ്പറൊന്നും നിൻ്റെ അടുത്ത് നടക്കില്ല. എന്നെ ഞാൻ ഒഴിവാക്കി വിടുന്നത് എന്താ വെച്ചാൽ ഈ പറയുന്ന മണ്ടത്തരം എത്ര വലുതാണെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് എന്നെ ഒഴിവാക്കി വിടുന്നത്. മനസ്സിലായോ? പക്ഷെ ഞാനിപ്പോൾ ഇനി ഇതിനൊക്കെ ഇറങ്ങാൻ പോവാണല്ലോ, മുർത്തത് സെൻ്ററൊക്കെ വരാൻ പോവാണ്. അപ്പോൾ ഒരു 4-5 മണിക്കൂർ ഇതിനെ മെനക്കെടാൻ പോവാം. അപ്പോൾ പിന്നെ എല്ലാ പൊട്ടും പൊടിയൊക്കെ നമ്മൾ എടുക്കും. അതുകൊണ്ടാണ്. മാത്രമല്ല ഈ ഇപ്പം എടുത്തു വെച്ചിട്ടുള്ള സാധനം ഉണ്ടല്ലോ, ഖുറാൻ്റെ സനത്, അത് നല്ല ഗംഭീര സാധനമാണ്, അടിപൊളി സാധനമാണ്. ഇത്ര കാലം ഇവിടെ എക്സ് മുസ്ലിങ്ങൾ എല്ലാവരും കൂടെ ചെയ്ത പണിനേക്കാളും നല്ല മികച്ച ഒരു സാധനമാണ് അത്. ഒരു സ്വയംഭൻ സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്കതിൽ കുറച്ച് അർജൻറ്റ് ഉണ്ട്. മേമേ തീർക്കല നമുക്കിതൊക്കെ. ഞാൻ ആ സമയം പറയാൻ കാരണം ആ സമയത്ത് ആകുമ്പോഴേക്ക് മഗ്‌രിബ് കഴിയും. അപ്പം എനിക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ ഇരിക്കാം. മനസ്സിലായോ? മഗ്‌രിബ് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നിസ്കരിക്കാൻ പറഞ്ഞാൽ ബാക്കിയുള്ള നിസ്കാരത്തിന് കുറച്ച് ടൈമുണ്ട്. പക്ഷെ മഗ്‌രിബ് വേഗം കളാവും. അപ്പോൾ ഓക്കെ, നമുക്ക് വെള്ളിയാഴ്ച രാത്രി 8:30 അല്ലേ? അപ്പോൾ അതിന് മുമ്പ് ഈ ചെയ്യാനുള്ള വീഡിയോകളൊക്കെ ചെയ്തോ. നീ ചെയ്ത് വെച്ച വീഡിയോകളുടെ ക്രമത്തിൽ നമുക്ക് ഓരോരോ പോയിന്റ് തീരുമാനമാക്കിയിട്ട് ഓരോ പോക്ക് പോകാം. ഇനി ഒരു ലൈവ് തീരുമാനമായില്ലെങ്കിൽ പിന്നത്തെ വെള്ളിയാഴ്ചയും ഏകദേശം അതേ സമയത്ത് ലൈവിൻ്റെ മീൻസ് കളി ഇല്ലെങ്കിൽ, കളി 12:30 ഉള്ളെങ്കിൽ നമുക്ക് 8:30 9 മണിൻ്റെ ഉള്ളിലിരിക്കാം. അല്ല കളി 9:30 ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ഒരു 6:30 7 മണി ആ സമയത്തേക്ക് ഇരിക്കാം. ഓക്കെ, ഇതൊന്നും ഇനി വിട്ടു പോരുത് കേട്ടോ. ആയിക്കോട്ടെ, 9 ആണെങ്കിൽ 9, അതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട. 9 മണിക്ക് എന്തായാലും ഇപ്പോൾ നിങ്ങളെ മഗ്‌രിബൊക്കെ തീരുമല്ലോ. ഞാനൊരു 8:30 ലൈവ് സ്റ്റാർട്ട് ചെയ്ത് അത് നിങ്ങളെ കാത്തിരിക്കാം. അപ്പം അങ്ങനെ അവരെ സംസാരിക്കാം. ഇവിടുത്തെ 6:35 ബാങ്ക്. അപ്പോൾ 9:05 നാട്ടിൽ. അപ്പോൾ സമയം റെഡി ആവില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നേരത്തെ ഇരിക്കാം, 7:30 ഇരിക്കാം. അപ്പോൾ ഒരു 1.5 മണിക്കൂർ കൊണ്ട് കഴിയുമല്ലോ. അതിൻ്റെ ഉള്ളിൽ കഴിയൂലേ? കഴിഞ്ഞില്ലേ നമുക്ക് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ്. അവരെ സംസാരിക്കാം. ഓക്കെ, അപ്പം നമ്മളെ നാട്ടിലത്തെ 7:30 സ്റ്റാർട്ട് ചെയ്യാം. സെറ്റ്. ഈ വെള്ളിയാഴ്ച കേട്ടോ. അപ്പോൾ ഈ വെള്ളിയാഴ്ച നിങ്ങൾ ആദ്യത്തെ വീഡിയോ അയക്കും ഖുറാൻ്റെ സനത്. നമ്മൾ ഓരോന്നോരോന്ന് തീർക്കാം. അതിൻ്റെ ഇടയിൽ നമുക്കൊരു 1/2 മണിക്കൂറുകൊണ്ട് അത് തീർക്കാൻ പറ്റുകയാണെങ്കിൽ അടുത്ത വിഷയങ്ങൾ എന്താ പറഞ്ഞ് നിങ്ങൾ ചെയ്ത ഫുൾ വീഡിയോയുടെ ലിങ്കുകളൊന്നും എനിക്ക് അയച്ചിടണേ. ഞങ്ങൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ടേ. നിങ്ങളിപ്പോൾ ഈ വിഷയത്തിൽ ചെയ്ത വീഡിയോ ഇങ്ങനെ ട്രോൾ ഉണ്ടാക്കിയ വീഡിയോ അല്ല, നിങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിച്ച വീഡിയോ. ജെമിനിനെ കൊണ്ട് വർത്തമാനം പറയിപ്പിക്കുന്നത് മാത്രമാണോ നിങ്ങൾ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കേട്ടിട്ടില്ല. ഞാൻ കേട്ടത് ജെമിനിനെ കൊണ്ട് എന്തൊക്കെയോ വായിപ്പിക്കുന്നതാണ്. അല്ല നിങ്ങളായിട്ട് റിയാക്ട് ചെയ്ത നിങ്ങൾ മറുപടി പറഞ്ഞ വീഡിയോകൾ ഉണ്ടെങ്കിൽ അതൊന്നും എനിക്ക് അയച്ചിടണേ. നോക്കണ്ട, പക്ഷെ പറഞ്ഞതിലുള്ള കാര്യങ്ങളൊക്കെ ആധികാരികമാണ്. ഞാനിപ്പോൾ അങ്ങനെ വീഡിയോ ഇപ്പോൾ കുറച്ചായി ചെയ്തിട്ട് അങ്ങനെ സംസാരിച്ചിട്ട്. പിന്നെ പണ്ടത്തെ ചെയ്തോന്നൊക്കെ നോക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഇതിന് റിയാക്ട് ചെയ്താൽ മതി. ഞാനതിന് അക്കൗണ്ടബിളാണ്. ഞാനത് പറഞ്ഞതിലൊക്കെ ഉള്ള തെളിവ് തരും. ഓക്കെ, അത് ട്രോളൊന്നുമല്ല. അതിൻ്റെ ഇടയ്ക്ക് ട്രോൾ തന്നെ നോക്കണ്ട, പക്ഷെ പറഞ്ഞതിലുള്ള കാര്യങ്ങളൊക്കെ ആധികാരികമാണ്. നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളിപ്പോൾ ഈ വീഡിയോ അയച്ചത് ഇതാണ്, നിങ്ങൾ എനിക്ക് റിയാക്ട് ചെയ്തു, എൻ്റെ നുണ പിടിച്ചു എന്നൊക്കെ പറഞ്ഞത്. വല്ലാത്തൊരു കഥ. എന്നിട്ട് നിങ്ങൾ എന്തോ AI-ന് എന്തോ സാധനം വായിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതാണ് നിങ്ങളെ സ്റ്റേറ്റ്മെൻറ്റ്. ശരി, അല്ല നിങ്ങളായിട്ടൊന്നും റിയാക്ട് ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മറുപടി നിങ്ങൾ ആദ്യം പറയണം കേട്ടോ. ഞാൻ ആ പറഞ്ഞത് എന്താണെന്ന് കേൾപ്പിച്ചിട്ട് അതിനുള്ള മറുപടി കേൾപ്പിക്കണേ, ഞാൻ കേൾപ്പിച്ചു തരാം. അതിനുള്ള മറുപടി നിങ്ങൾ പറയണം കേട്ടോ ആൾക്കാരോട്, എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത്. ആ AI എഴുതി തന്നത് അതേപോലെ വായിച്ചാലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങളെ വായോണ്ട് പറയണം. AI പറഞ്ഞാണ് പിന്നെ ലാസ്റ്റ് AI-യുടെ തലയിടാൻ പറ്റില്ല. എന്നിട്ട് നമുക്ക് തുടരാം. ഓക്കെ, അപ്പോൾ എന്തായാലും 7:30 കാണാം. ഫസ്റ്റ് സാധനം തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നോക്കൂ, ഈ വീഡിയോയുടെ അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡിൻ്റെ അവസാനത്തിൽ നിങ്ങൾ കണ്ട ഒരു പിന്നെ സംവാദം നടക്കുന്നു എന്ന തരത്തിലൊരു പോസ്റ്ററാണ് ഷമീർ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഷമീർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അബദ്ധം, ഞാൻ മണ്ടത്തരം പറഞ്ഞു, ഞാൻ നുണ പറഞ്ഞു എന്ന് ഷമീർ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യത്തിനോട് ഷമീറിനോട് ഫോൺ ചെയ്യാൻ നോക്കുമ്പോൾ ഷമീറിന് സമയമില്ല, ഷമീറിന് ബോട്ടിങ് പറ്റില്ല, വാട്സപ്പ് പറ്റില്ല. ശരി, അതൊക്കെ ഷമീറിൻ്റെ പരിമിതികളാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ലൈവിൻ്റെ സമയത്ത്
ഷമീർ ജോയിൻ ചെയ്യാം എന്ന് പറയുന്നു. അപ്പോൾ ഷമീർ ലൈവിൻ്റെ സമയത്ത് ജോയിൻ ചെയ്യുന്നു. ഷമീർ ലൈവിൻ്റെ സമയത്ത് ജോയിൻ ചെയ്താൽ നമ്മളിപ്പം ലൈവിൽ ചാറ്റ് വിത്ത് മുർത്തദ് എന്നുള്ള പരിപാടിയിൽ പല ആൾക്കാരും വരാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതൊരു സംവാദമല്ല, അതൊന്നും ഒരു സംവാദമല്ലല്ലോ. ഒരു വിഷയത്തിൽ നമ്മൾ ഫോണിൽ ചെയ്യുന്നതിന് പകരം ആളുകൾ ലൈവിൽ വരുന്നു, നേരിട്ട് സംസാരിക്കുന്നു. അതിനെ സംവാദം എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരുതരം ഭീരുത്വമാണ്. എന്ന് മാത്രമല്ല, ഷമീർ ഇസ്ലാമിസ്റ്റുകൾ വേഷം കെട്ടി ഇറക്കിയ ഒരു വിഡ്ഢിയെ വേഷം കെട്ടി പ്രതിരോധിക്കാൻ ഇറക്കുന്ന ഒരു കുതന്ത്രമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ ഷമീറിനെ വിളിക്കണം എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് എനിക്ക് 2-3 കാര്യങ്ങൾ. അപ്പോൾ ഷമീർ ഇത് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്തിരിക്കണമെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ഷമീറിൻ്റെ ഫേസ്ബുക്ക് പേജിലൊന്ന് പോയി നോക്കി. ഇന്നലെ ഷമീർ അയച്ച ഈ പോസ്റ്റർ ഞാൻ ഇന്ന് രാവിലെയാണ് കാണുന്നത്. അതിനുവേണ്ടി ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ഷമീർ കാലിക്കറ്റ് എന്ന് പറയുന്ന ഷമീറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയി നോക്കിയപ്പം ഷമീർ കുറച്ചധികം ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടി എന്താണെന്ന് ഞാനിപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അതുകൂടി കണ്ടിട്ട് നിങ്ങൾ ഷമീറിനോടുള്ള എൻ്റെ ഫോൺ സംഭാഷണം കേട്ടാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. ഒരു മിനിറ്റ്. ഞാനിവിടെ 5-6 ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതുകൂടാതെയുള്ള ഉപചോദ്യങ്ങളും. ബുദ്ധി കുറഞ്ഞവരുടെ ചില പ്രത്യേക സ്വഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മുന്നോട്ട് വെച്ചിരുന്നു. അതിനുകൂടി അടുത്ത ബുദ്ധി കുറഞ്ഞവരുടെ ചില പ്രത്യേക സ്വഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അങ്ങനെയല്ല പോകുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കാര്യമായ രീതിയിൽ പഠിക്കാൻ ശ്രമിച്ചു. ബുദ്ധി കുറഞ്ഞവരുടെ ചില പ്രത്യേക സ്വഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അങ്ങനെയല്ല പോകുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കാര്യമായ രീതിയിൽ പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ പറഞ്ഞ ബുദ്ധി കുറഞ്ഞവരുടെ ചില പ്രത്യേക സ്വഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അങ്ങനെയല്ല പോകുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ബുദ്ധി കുറഞ്ഞവരുടെ ചില പ്രത്യേക സ്വഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം. അപ്പൊ നിങ്ങൾ ഏതായാലും ഇത്. അപ്പോൾ ഈ രീതിയിൽ ഇത് ഒരു വിമർശനമോ ഒരു ട്രോളോ ഒരു സാധനമൊന്നുമല്ല. അതായത് ഞാൻ ബുദ്ധി കുറഞ്ഞ ഒരാളാണ് എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ട് അവിടെ എൻ്റെ ഫോട്ടോയും ഇതൊക്കെ വെച്ചിട്ട് ഷമീർ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് ഷമീറിന് പോലും അറിയില്ല, വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇത് കേവലമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ചൊറിഞ്ഞു കൂടുക എന്ന് പറയുന്ന ഒരു ഏർപ്പാടാണ് ഷമീർ ചെയ്യുന്നതെന്ന് മനസ്സിലായി. അത് മാത്രമല്ല, പല ഘട്ടത്തിലും ഷമീർ ഇസ്ലാമിസ്റ്റുകൾ പ്രതിരോധത്തിലാവുന്ന സമയത്ത് ഇറങ്ങിപ്പുറപ്പെടുന്ന ആളുകളെല്ലാവരും കൂടി വിഡ്ഢിവേഷം കെട്ടിച്ചിറക്കി വിടുന്ന വേഷം കെട്ടിച്ചിറക്കി വിടുന്ന ഒരു വിഡ്ഢിയായി ഷമീർ സ്വയം അവതരിക്കാറുണ്ട്. അങ്ങനെയാണ് പണ്ട് ഇസ്ലാമിസ്റ്റുകൾ വീണ കെണിയിൽ നിന്ന് ഷമീർ എന്ന് പറയുന്ന ഒരു വിഡ്ഢിയെ വേഷം കെട്ടിച്ച് സ്റ്റേജിലേക്ക് വിട്ട് ഇസ്ലാമിസ്റ്റുകൾ എന്ന സംഭവത്തിൽ നിന്ന് തടിയൂരിയത്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരാൾ ഒരു ബുദ്ധിയില്ലായ്മയാണ് പറയുന്നത്, ഒരു വിവരക്കേടാണ് പറയുന്നത്, മണ്ടത്തരമാണ് പറയുന്നതെങ്കിലും ആ വ്യക്തിക്ക് ശരിക്കും വിവരമില്ലാത്തതുകൊണ്ടാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ നുണ പറയുകയാണെങ്കിൽ നമുക്ക് നുണ പറയുകയാണെന്ന് പറയാം. അതേ സമയത്ത് ഒരാൾക്ക് ശരിക്കും വിവരമില്ലാത്തത് കൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ, ഒരാൾ വിഡ്ഢിയാണെങ്കിൽ അയാളോട് നമുക്കുണ്ടാകുന്ന ഒരു സഹാനുഭൂതി ഉണ്ട്. അതായത് അയാൾ വിഡ്ഢിയാണെന്ന് അയാൾക്ക് അറിയണില്ല, അതുകൊണ്ട് പിന്നെ അയാളെ വിഡ്ഢി എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് നമ്മൾ പരമാവധി അയാളെ പിന്നെ എന്താ പറയുക, ഒരു സ്നേഹത്തോടെയൊക്കെ സമീപിച്ച് സമാധാനത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിടാൻ ശ്രമിക്കും. പക്ഷേ ഈ ഷമീർ കുറച്ച് കാലങ്ങളായിട്ട് ചെയ്യുന്ന ഈ കീടപ്രവൃത്തിയെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഷമീറിനോട് എനിക്ക് ഫോൺ ചെയ്തിട്ട് ഷമീർ അർഹതപ്പെട്ട രീതിയിലുള്ള ഒരു മറുപടി കൊടുക്കേണ്ടി വന്നത്. അത് നിങ്ങളൊന്ന് കേൾക്കൂ. അതിനുശേഷം ഇനി വെള്ളിയാഴ്ച നടക്കാൻ പോകുന്ന പരിപാടി എന്താണ് എന്ന് ഞാൻ അതിനുശേഷം പറയാം. ഷമീറെ ഹലോ. ഞാനേ എന്താ അറിയോ, ഞാൻ 2-3 തവണയായിട്ട് ഷമീറിന്റെ ഈ നെറികേടുകൾ മനസ്സിലായിട്ടും ഷമീറിന്റെ ഒരു ബുദ്ധിക്കുറവ് പരിഗണിച്ചിട്ടാണ് ഷമീറിനോട് മാന്യമായിട്ട് ഇടപെടാൻ ശ്രമിക്കുന്നത്. ആ കാര്യം പറഞ്ഞുതരാം. നീ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എനിക്കിപ്പോ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടുന്നുണ്ടല്ലോ, ഞാനും നീയും തമ്മിൽ ഒരു സംവാദം ഓൺലൈനായിട്ട് നടക്കുന്നു. അങ്ങനെ ഒരു സംവാദം ഉണ്ടോ? അല്ല, എന്താ സംവാദം? അല്ലല്ല, എന്താ സംവാദം? എന്താ സംവാദം എന്ന് പറഞ്ഞാ? എന്താ സംവാദം എന്ന് പറഞ്ഞാ? വാദം പ്രതിവാദം അടക്കട്ടെ, സംവാദം ഉണ്ടോ? നമ്മൾ തമ്മിൽ സംവാദം ഫിക്സ് ചെയ്തിട്ടുണ്ടോ? അതാണോ സംവാദം? നിനക്ക് നീ ഒരു വൃത്തികേട് കാണിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ നടക്കുവോ ഷമീറെ? ഷമീർ നാരിത്തരം പണ്ട് മുതലേ കാണിക്കുന്നു. ഞാൻ പറയുന്ന ബുദ്ധി ഇല്ലാത്ത ആളെ മൊത്തം നോക്കി ബുദ്ധിയില്ലാത്തവനെ ഒന്ന് വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഷമീറിനോട് മാന്യമായിട്ട് ഇടപഴകിയിരുന്നു അത് അതെന്റെ ബലഹീനതയായിട്ട് കാണരുത്. നല്ലപോലെ സംസാരിക്കണം കേട്ടോ. ഇനി കേട്ടോ നല്ലപോലെ നീ ചെയ്തോണ്ടിരിക്കണേ. നീ എന്നോട് സംസാരിക്കുന്ന പോലെ അല്ല. നീ നിന്റെ പറഞ്ഞുതരാം. ഞാനിപ്പോ ഇന്ന് നീ ഇല്ല സംവാദമില്ല.
ഉണ്ടോ? ഇല്ല, സംവാദമില്ല. ഇല്ലേ? ഇല്ല, തനിക്ക് എന്തെങ്കിലും വാദമുണ്ടോ? സംവാദമില്ല. എനിക്ക് വാദം വെച്ചിട്ട് എന്നോട് സംവാദമാവോ? അവിടെ നോക്ക്. എനിക്കൊരു വാദമുണ്ട് തനിക്ക് എന്നത് നിനക്ക് എന്തെങ്കിലും ഒരു മിനിറ്റ് ഒരു വാദമുണ്ടോ? മിനിറ്റ് ഒരു മിനിറ്റ് എനിക്ക് എന്തെങ്കിലും എനിക്കൊരു വാദമുണ്ടോ? വാദമുണ്ട്. ഒരു മിനിറ്റ്. എനിക്കൊരു അതിനാണ് വാദമുണ്ട് സംവാദം എന്നും എന്ന് പറയാ. എനിക്കൊരു മനുഷ്യനെ പോലും വാദമുണ്ട് അറിയില്ല. നിനക്കൊരു വാദമുണ്ട് എന്നതുകൊണ്ട് സംവാദമാവോ? എന്താ സംവാദം എന്ന് പറഞ്ഞാൽ നീ എവിടുന്ന സ്കൂളിൽ പോയത്? പിന്നെ നീ എങ്ങനെയാ എവിടുന്ന മലയാളം സംവാദം പഠിച്ചത്? പറഞ്ഞു? എനിക്കൊരു വാദമുണ്ട്. ഞാൻ എനിക്കൊരു വാദമുണ്ട്. ഒരു മിനിറ്റ് പറഞ്ഞത് കേക്ക്. നീ വടക്കിടന്ന് ബഹളം ഉണ്ടാക്കണം. ഞാൻ ISD റീചാർജ് ചെയ്തിട്ട് നിന്നെ വിളിക്കണം എന്തിനാ അറിയോ? നിന്റെ ഈ വൃത്തികേട് നിന്റെ മുഖത്തൊക്കെ രണ്ടു വാക്ക് പറയാനാണ്. പറഞ്ഞു കേട്ടോ കേട്ടോ കേട്ടോ. എന്താണ് ഇപ്പൊ നീ ഇട്ട പോസ്റ്ററിന്റെ ആധാരം? എനിക്കൊരു മാന്യത ഉണ്ടായതോടെ ഒരു മാന്യത ഇല്ല നിനക്കൊരു മാന്യത ഇല്ലാന്ന് മാത്രമല്ല, ഞാൻ നിന്നെ വിഡ്ഢി എന്ന് വിളിക്കാത്തത് ഒരു വിഡ്ഢിയായ ഒരു വിഡ്ഢിത്തം ഒരു മനുഷ്യന്റെ കുറ്റമല്ലാത്തതുകൊണ്ടാണ്. ഒരാള് വിഡ്ഢിയാവുന്നത് അയാളുടെ കുറ്റമല്ലാത്തത് കൊണ്ട് മാത്രമാണ് നിന്നെ വിഡ്ഢി എന്ന് വിളിക്കാത്തത്. മനസ്സിലായോ? നിങ്ങൾക്ക് അയച്ച മെസ്സേജ് ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. അവിടെ നിൽക്കട്ടെ. അതൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഒരു മിനിറ്റ് ബഹളം ഉണ്ടാക്കണ്ട ഷമീറെ. നീ ബഹളം ഉണ്ടാക്കി രക്ഷപ്പെടാൻ നോക്കണ്ട. വെള്ളിയാഴ്ച ഞാൻ നിന്നെ വിളിച്ചത് ഒരു മിനിറ്റ് അവിടെ ഇല്ല, അങ്ങനെയൊന്നും അല്ല. അതെന്താന്ന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നീ പറഞ്ഞു. ഈ ആ ഡയലോഗ് ഒന്നും അടിക്കണ്ട. എവിടെ മുങ്ങൂല. നീ വെള്ളിയാഴ്ച വരണം. വെള്ളിയാഴ്ച നിന്നെ കാത്തിരിക്കും. പക്ഷെ അത് സംവാദമല്ല. മനസ്സിലായോ? നീ വെള്ളിയാഴ്ച വരിക തന്നെ വേണം. ഫോൺ കട്ട് ചെയ്ത് ഓടരുത് കേട്ടോ. യുഎയുടെ സ്ഥിരം പരിപാടി പിന്നെ ഈ യുഎയുടെ പരിപാടി സ്ഥിരം പരിപാടി ഫോൺ കട്ട് ചെയ്ത് ഓടരുത്. ഞാൻ നിന്നെ ISD റീചാർജ് ചെയ്ത് വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. ആളുകളെ പറ്റിക്കുന്ന പരിപാടി നീ നിർത്തിക്കോ. എന്നിട്ട് നിന്റെ ഒരു ഉടായിപ്പ് ഞാൻ നിന്നെ ഒന്നുകൂടി പറഞ്ഞുതരാം. ഞാൻ ഇന്നലെ കാണുന്നേ. ഞാൻ ഇപ്പഴാ കാണുന്നത്. കണ്ടപ്പോഴാണ് നിന്നെ വിളിച്ചതേ. നീ ഇന്നലെ എനിക്ക് അയച്ച സാധനം ഞാനിപ്പോ കണ്ടപ്പോൾ ഒരു മിനിറ്റ് ബഹളം ഉണ്ടാക്കാതെ. നീ ബേജാറാവണ്ട. ബഹളം ഉണ്ടാക്കണ്ട. ഒരു മിനിറ്റ് ഇജ്ജ് ഇന്നലെ എനിക്ക് അയച്ചു തന്നു. ഞാൻ അത് ഇന്ന് രാവിലെ കണ്ടപ്പോഴാണ് നിന്നെ ഞാൻ ISD റീചാർജ് ചെയ്തിട്ട് അങ്ങോട്ട് വിളിക്കുന്നത്. ഇനി നീ പറയേണ്ടത് നീ എന്ത് ബഹളം ഉണ്ടാക്കണേ? നീ എന്താ സംസാരിക്കാത്തെന്താ? എവിടെ നിൽക്കുന്നത്? ഞാൻ ഇത് ISD വിളിച്ചതാണേ. നീ ഇങ്ങോട്ട് വിളിച്ചോ. എന്നിട്ട് നിനക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കാം. ഇതിപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ച ഫോണാണ്. എനിക്ക് പറയാനുള്ള കാര്യം കേൾക്കണം. ആദ്യം ഞാൻ അങ്ങോട്ട് വിളിച്ചല്ലോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കേട്ടോ. എന്നിട്ട് നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നിനക്ക് പറയാനുള്ളത് പറയേ. ഓക്കെ, രണ്ടും കൂടി ചേർത്ത് നമുക്ക് ആൾക്കാരോട് കേൾപ്പിക്കാം. ഒറ്റ പോയിന്റ് ചോദിക്കാം. ഒരു മിനിറ്റ് നീ സോഷ്യൽ മീഡിയയിൽ വിവരക്കേട് വിളിച്ചു പറയുന്നത് കണ്ടപ്പോ നിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ച് ഫോണിൽ സംസാരിക്കാൻ നിനക്ക് സമയമില്ല എന്ന് പറഞ്ഞു. വാട്സപ്പ് അവിടെ കിട്ടൂല. അപ്പൊ അതൊക്കെ പറഞ്ഞുതരാം. വിവരക്കേട് വൃത്തികേടും നീ കാട്ടിക്കൂട്ടുമ്പോ നിന്നെ വിളിച്ചിട്ട് ഞാൻ നിന്നോട് ഫോൺ ചെയ്യാൻ വിളിച്ചു. ഷമീറ, അതൊക്കെ പറയാം. ഇത് ISD കോളാണ്. ഒന്ന് മനസ്സിലാക്ക്. പറയണത് കേക്ക്. ഒരു മിനിറ്റ് കേക്ക്. നീ എന്താ ഇങ്ങനെ അസ്വസ്ഥനാവണേ? ഒരു മിനിറ്റ് കേക്ക്. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചു. ഞാൻ നിന്നെ ഫോൺ ചെയ്തപ്പോ നിനക്ക് വാട്സപ്പ് കോള് കിട്ടൂല. ഞാനാണ് നിന്റെ അടുത്ത് ISD നമ്പർ ഇങ്ങോട്ട് മേടിച്ചത്. ബോട്ടിമിൽ വിളിക്കാന്ന് പറഞ്ഞാൽ നിനക്ക് പലപ്പോഴും പണിത്തിരക്കിലായിരിക്കും. നിനക്ക് ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ സമയമല്ല. ഞാൻ വേണമെങ്കിൽ ലൈവില് വരാമെന്ന് നീ എന്നോട് പറഞ്ഞു അല്ലേ? ഞാൻ എന്റെ ലൈവിന്റെ സമയത്ത് പറഞ്ഞാൽ ആ സമയത്ത് നീ ലൈവില് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലൈവിന്റെ സമയത്ത് നിന്റെ സമയം കൂടി ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ആ സമയത്ത് ഞാൻ ലൈവ് വെക്കാം. ആ സമയത്ത് നിന്നോട് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ, നിനക്ക് വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ സംവാദാവല്? നിങ്ങൾക്കൊരു വാദമുണ്ടോ? ഫോണിൽ വിളിച്ചു. നിനക്ക് ഫോണിൽ സംസാരിക്കാൻ സമയമല്ല. അപ്പൊ നീ ലൈവില് വന്നിട്ട് ആളുകൾ ലൈവില് വന്ന് സംസാരിക്കാറുണ്ട്. ലൈവില് വന്ന് സംസാരിക്കുന്നത് നിന്റെ ചാനലിൽ നടക്കുന്ന സംവാദമാകുന്നത് എങ്ങനെയെന്നാണ് ഷമീറ ചോദിച്ചതേ. നിന്റെ ചാനലിൽ ഞാനുമായിട്ട് ഷമീറെ, നിന്റെ ചാനലിൽ നീ നെറികേട് പറയും, കാണിക്കും ചെയ്യും. അതെനിക്കറിയാം. ഞാൻ ചോദിക്കുന്നത് നീ നിന്റെ ഈ തട്ടിപ്പുണ്ടല്ലോ, അത് നിന്റെ മുഖത്തോക്കി പറയാനാ വിളിച്ചത്. നീ എന്റെ ചാനലിൽ ലൈവിന്റെ സമയത്ത് വന്ന് സംസാരിക്കാം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഷമീറ? നിന്റെ ചാനലിൽ ഞാൻ ഓൺലൈൻ സംവാദത്തിൽ പങ്കെടുക്കലാവുന്നത്? ഞാൻ എന്റെ ചാനലിലല്ല ചെങ്ങാതി, നിങ്ങളെ ചാനലാണ്. അത് വിചാരിച്ചിട്ട് എന്റെ ചാനലായി
ഇതാക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത് നിന്റെ പിന്നെ ഞാൻ സംവാദ പറ്റില്ല. പോസ്റ്റർ എവിടെ നിനക്ക് വന്നത്? നിങ്ങളെ ചാനലിൽ ഞാൻ എന്താ സംവാദ സംസാരിക്കുന്നുണ്ടെന്ന് വ്യവസ്ഥ? കരുതിയിട്ട് എന്റെ എന്താ ചാനലിൽ സംവാദ വ്യവസ്ഥ? പറ. അത് നമ്മൾ തമ്മിൽ സംവാദം ചെയ്യാൻ നടക്കാനല്ലോ. പറ്റില്ല. ഒരു മിനിറ്റ്. ആ ശരി. സമയം കുറച്ചുള്ളൂ. ഒരു മിനിറ്റ്. നമ്മൾ തമ്മിൽ ഒരു സംവാദം നടക്കാൻ പോവാണെന്നാണല്ലോ ഇപ്പൊ ഈ പബ്ലിഷ് ചെയ്തത്. എന്താണ് സംവാദത്തിന്റെ വ്യവസ്ഥ? ആരാ അതെ. മോഡറേറ്റർ? മോഡറേറ്റർ ആവശ്യമില്ലല്ലോ. എന്താ സംവാദ വ്യവസ്ഥ? നമ്മൾ എന്താ തമ്മിൽ ഒരു സംവാദം ഫിക്സ് ചെയ്തു. എന്ത് അതിന് ആര് നിങ്ങളെ ഫിക്സ് ചെയ്തു? നിങ്ങൾ എന്നാ പറഞ്ഞു. പറ, ആരാ ഫിക്സ് ചെയ്തത്? സംവാദം ആരാ ഫിക്സ് ചെയ്തത്? അല്ല, നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്ത്. ആരോടെ ഫിക്സ് ചെയ്തത്? നിങ്ങൾക്ക് ഞാൻ വാദം ഞാൻ നിന്നോട് സംവാദം ഫിക്സ് ഗ്രേറ്റ് ചെയ്തോ? നിങ്ങൾ പറഞ്ഞു. ഞാൻ നിന്നോട് ഇല്ലേ? സംവാദം ഫിക്സ് ചെയ്തോ? ഞാൻ നിന്നോട് ഞാൻ സംവാദം ഫിക്സ് ചെയ്തോ? വായിച്ചുതരാം. എപ്പോ? ഈ ആദ്യ നീ വെള്ളിയാഴ്ച ആരെയാ പറ്റിക്കുന്നത്? ഇനി ഇതും പറഞ്ഞിട്ട് വെള്ളിയാഴ്ച വരാതിരിക്കരുത്. വെള്ളിയാഴ്ച ചാനലിൽ വന്ന് ലൈവിൽ വന്ന് നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം. ഓക്കെ? ഇത് കേക്ക് വെറുതെ എന്തെങ്കിലും ന്യായം പറയല്ലേ. നിങ്ങളുടെ വാദം ഖുർആനിന് പരമ്പര അഥവാ സനദില്ല. എന്റെ വാദം വിശുദ്ധ ഖുർആന് ആധികാരികമായ സനത് ഉണ്ട്. ഇത് വാദം വെച്ച് കഴിഞ്ഞാൽ അതിന് സംവാദം പറയാം. അല്ലാതെ വേറെ എന്ത് പേര് വെച്ചില്ല. ഫോണിൽ സംസാരിക്കാൻ വരുമ്പോ ഒരു മിനിറ്റ്. ഇപ്പൊ നമ്മളിപ്പോ നടക്കുന്ന സംവാദമാണ് അല്ലെ? സംവാദം എന്ന് പറഞ്ഞാൽ എന്താ എത്ര പേടിച്ചു? അത് ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് പറഞ്ഞുതരാം. കേട്ടോ. നിങ്ങളൊക്കെ ശുദ്ധ തട്ടിപ്പുകാരാണ്. ഇതിപ്പോ സംവാദം എന്ന് പറഞ്ഞാൽ ആരെയാ പറ്റിക്കുന്നത്? ഇതൊരു സംവാദമാണ് എന്ന് ആരെ പറഞ്ഞു പറ്റിക്കാനാ? നാട്ടുകാരെ, നിന്റെ ഓഡിയൻസിനെ പറ്റിക്കാൻ, വിശ്വാസികളൊക്കെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് എന്താ വെച്ചാല് ഞാൻ പറയട്ടെ. നീ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് വെള്ളിയാഴ്ച കൃത്യം 7 മണിക്ക് വരണം. സംവാദമല്ല, എന്റെ കബറടക്കാണ് അവിടെ. ഓക്കെ? അപ്പം വെള്ളിയാഴ്ച നടക്കാൻ പോകുന്ന സംവാദമല്ല. ഷമീർ ഫോൺ ചെയ്ത് സംസാരിക്കാൻ ധൈര്യമില്ലാത്ത ഷമീർ, അതിന് സമയമില്ല എന്ന് പറഞ്ഞ ഷമീർ ISD റീചാർജ് ഞാൻ അങ്ങോട്ട് വിളിച്ച് ഷമീറിനോട് ഇത് പറയാനുള്ള കാരണം, ഇത് ഈ കോളിനിടയിൽ ഞാൻ സംവാദത്തിന് പേടിയായിട്ട് ഓടിപ്പോകാൻ ശ്രമിക്കുന്നു എന്ന് പറയാനാണ് ഷമീർ നോക്കുന്നത്. അപ്പോൾ ഇത് ഇവരുടെ ഒരു അജണ്ടയാണ്. ഇത് വേഷം കെട്ടിച്ച് ഒരു വിഡ്ഢിയെ നമുക്ക് ഏത് വേഷം കെട്ടിച്ച് പുറത്തു വിടാം എന്നതുപോലെയാണ് ഷമീർ പലപ്പോഴും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഷമീറിനോട് ഇതുവരെ കാണിച്ചിരുന്ന ദയയും ദാക്ഷിണ്യൊന്നും ഷമീർ ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം കയ്യിലിരിപ്പ് കുരുത്തക്കേടാണ്, വേറെ എന്തോ ഏർപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഷമീർ ചെയ്താലും, ഷമീറിന് ആരെങ്കിലും ബുദ്ധി പറഞ്ഞു കൊടുത്തിട്ട് വേറെ ആൾക്കാർ ചെയ്യിപ്പിക്കുന്നതായാലും, ഷമീർ സ്വയമേ വിഡ്ഢി വേഷം കെട്ടുന്നതായാലും, അല്ലെങ്കിൽ ഷമീർ എന്ന വിഡ്ഢിയെ ഇസ്ലാമിസ്റ്റുകൾ വേഷം കെട്ടിക്കുന്നതായാലും ഷമീറിനുള്ളത് കൃത്യമായിട്ട് തന്നെ ഇനി കിട്ടും. അപ്പോൾ ഇനി വെള്ളിയാഴ്ച നടക്കാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ലൈവിലേക്ക് ഷമീർ വരും. ഷമീർ വന്നിട്ട് ഞാനും ഷമീറും തമ്മിലുള്ള ഒരു സംസാരമാണ്, സംവാദമല്ല. അതിന് ഞാനും ഷമീറും തമ്മിലൊരു സംവാദം നടക്കുന്നു എന്ന് വരുത്തി തീർത്ത് ആളുകളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ വരുത്തി, എന്നിട്ട് ഷമീറിൻ്റേതായിട്ടുള്ള രീതിയിൽ അത് പബ്ലിസിറ്റി ഉണ്ടാക്കാനൊന്നും ശ്രമിക്കേണ്ട. ആളുകൾ വരട്ടെ, കാണട്ടെ, അത് ഷമീറിൻ്റെ ചാനലിൽ വന്നോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഉള്ളതുപോലെ കാര്യങ്ങൾ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അന്തസ് കാണിക്കണം. അന്തസ് വേണമടാ, അന്തസ് എന്ന് പറയില്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി എന്താ വെള്ളിയാഴ്ച നടക്കാൻ പോകുന്നത്? ഖുർആന് സനദുണ്ടോ? എൻ്റെ വാദം ക്ലിയറാണ്, ഖുർആന് സനദില്ല. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മറ്റൊരു വീഡിയോയിൽ അവതരിപ്പിച്ച ഒരു ആശയത്തിൽ ഷമീറിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷമീർ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഷമീർ വീഡിയോ ചെയ്തിട്ടില്ല, AI കൊണ്ടെന്തോ പറയിപ്പിച്ചാണ്. ആ ഭാഗം ഷമീർ വിശദീകരിക്കും, എൻ്റെ കാര്യത്തിലുള്ള മറുപടി. അതൊരു ഫോൺ സംഭാഷണം പോലെ ഒരു ഗൂഗിൾ മീറ്റിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രീമിംഗ് ആപ്ലിക്കേഷനിലോ നടക്കുന്ന ഒരു സംഭാഷണമാണ്, ഒരു ഫോണിൻ പരിപാടിയാണ്, ഒരു സംവാദമല്ല. ഷമീർ തീർച്ചയായിട്ടും വെള്ളിയാഴ്ച വരണം. ഷമീർ വരാതിരിക്കരുത്. അതിന് സംവാദം എന്ന എടുത്താൽ പൊങ്ങാത്ത പേരൊന്നും ഷമീർ ഏറ്റണ്ട. എന്നോട് നീ സംവാദത്തിനൊന്നും ഷമീർ മെനക്കെടണ്ട. എന്നോട് സംവാദം നടത്തണമെങ്കിൽ അതിന് പാങ്ങുള്ള കെൽപ്പുള്ള, ബാസിലിൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ സംഗതികളൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഖുർആന് സനദില്ല, ഖുർആന് ഹദീസിൻ്റെ അത്ര പോലും വിശ്വാസ്യതയില്ല. ഖുർആൻ എന്ന് പറയുന്നത് വെറും തുന്നിക്കൂട്ട് കെട്ടുകഥ പുസ്തകം മാത്രമാണ് എന്ന് നമുക്ക് സംസാരിക്കാം. ഷമീറിൻ്റെ തെളിവുകളായിട്ട് വരിക. ഷമീർ എന്നെക്കുറിച്ച് ഞാൻ കളവ് പറഞ്ഞു എന്നത് ഷമീർ സമർത്ഥിക്കട്ടെ. ഷമീറിനുള്ള മറുപടി ബാക്കി അവിടെ കൊടുക്കാം. അതുകൊണ്ട് ഷമീറിൻ്റെ ഈ വിഡ്ഢിത്തരങ്ങളുടെയും മണ്ടത്തരങ്ങളുടെയും അബദ്ധങ്ങളുടെയും അതേപോലെ തന്നെ ഖുർആനിൻ്റെ സനദിൻ്റെയും കബറടക്കം ഒരുമിച്ച് നമുക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് 7:30 കാണാം. ഷമീർ വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് സംവാദം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഞെട്ടിക്കാനൊന്നും നിൽക്കണ്ട. ഷമീർ മാന്യമായി വന്ന് സംസാരിക്കാൻ ശ്രമിക്കുക, ആശയങ്ങൾ കൈമാറ്റം ചെയ്യാൻ മാന്യമായ രീതിയിലുള്ള ഇടപെടലിന് ഷമീർ തയ്യാറാവുക. ഷമീറിനെ ആരെങ്കിലും വിഡ്ഢിവേഷം കെട്ടിച്ചേർക്കുന്നതാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, പാവത്തിനെ വെറുതെ ഇങ്ങനെ ഓരോ വേഷം കെട്ടിച്ചേർക്കാതെ അന്തസ്സുണ്ടെങ്കിൽ നേർക്കുനേർ വരിക എന്നാണ് അവസാനമായിട്ട് പറയാനുള്ളത്. അതിന് ഇസ്ലാമിസ്റ്റുകൾ തയ്യാറാവാതിരിക്കില്ല. മുർത്തദ് സെൻറ്റർ അവരുടെ ഉറക്കം കെടുത്തും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് കാണാം.